അപ്പോൾ എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് അയ്യപ്പൻ തന്നെ രക്ഷിച്ചാണെന്നാണ് ഞങ്ങൾ നേതൃത്വം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുമെന്ന് വെച്ചാൽ ഗുരുതരമായ പ്രശ്നമല്ലേ അത്? ഇല്ല. അത് സാധാരണ ഈ പന്തലിടുന്ന ആളുകൾ അവരെ വിശ്വസിച്ചിട്ടാണല്ലോ നമ്മളെ ഏൽപ്പിക്കുക. അപ്പോൾ അങ്ങനെ അവരും ഒരു പരിപാടിയിൽ അത് പരിപാടി മോശമാക്കാനായിട്ട് ഒരു പന്തൽ വീഴാനുള്ള പന്തലല്ലല്ലോ സാധാരണ ഇടാറ്. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് പന്തൽ വലിയ ഉറപ്പിച്ചിട്ടില്ലായിരുന്നു. സംഗതി ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് പെട്ടെന്ന് ആളുകൾ ഓടി രക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ നിലം പതിക്കുകയാണ് ഉണ്ടായത്. കുറച്ച് ആളുകൾക്ക് വീണ് പരിക്കേറ്റിട്ടുണ്ട്. ഈ കമ്പി പുറത്തു വന്നിടിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള ചെറിയ പരിക്കുകളേ ഉള്ളൂ, വലിയ സാരമായ പരിക്കാർക്കുമില്ല. ഞാനിങ്ങനെ ചരിഞ്ഞ് വീണുകൊണ്ടാണ് വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. തലക്കിട്ട് കമ്പി അടിക്കേണ്ടതായിരുന്നു. എന്തായാലും നേരെ നമ്മളെ എടുത്തിട്ടതുപോലെ മറിഞ്ഞു വീണു. പന്തൽ വീണപ്പോഴത്തേക്ക് ആളുകൾ അധികം ഉണ്ടായിരുന്നു കസേരയിൽ. പന്തൽ വീണപ്പോൾ കുറേ അധികം ആളുകൾ പന്തലിനടിയിലുണ്ടായിരുന്നു. എല്ലാവരും തന്നെ കസേരകൾ ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാവർക്കും രക്ഷപ്പെടാൻ കൂടുതൽ അത് ഉപകരിച്ചു. കാറ്റടിച്ചു വല്ലതും മറിഞ്ഞു വീണതാണോ? കാറ്റൊന്നും ഉണ്ടായിട്ടില്ല, തന്നെ മറിഞ്ഞു വീണതാണ്. സുരക്ഷാ ക്രമീകരണത്തിന് ക്രമീകരണങ്ങളുടെ പോരായ്കയാണ് ഇതിന് കാരണം. ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചത് ഇവിടെ. കാരണം ജനങ്ങളെല്ലാം മാറിയൊക്കെയായിരുന്നു. 10-15 മിനിറ്റ് ചുമ്മാ നോക്കിയപ്പോൾ സ്റ്റേജ് ഓട്ടോമാറ്റിക്കായിട്ട് മറിച്ച് താഴ്ത്തിക്കായിട്ടുമായിരുന്നു. സ്റ്റേജിൽ കെട്ടിയതിന്റെ പോരായ്മയാണ് വന്നേക്കണം. തീർച്ചയായും ആ നിലയ്ക്കാണ് ഇവിടുത്തെ പ്രാദേശികരായിട്ടുള്ള പ്രവർത്തകരടക്കം പറയുന്നത്. എന്നാൽ അല്പനേരം മുമ്പാണ് നമ്മൾ DCC പ്രസിഡന്റ് ഷിയാസുമായി സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് പ്രാഥമികമായ ചില അന്വേഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത്, കൂടുതൽ വിശദമായ പരിശോധന നടത്തണം എന്നുള്ളതാണ്. എന്താ സംഭവിച്ചെന്ന് ഏതെങ്കിലും വ്യക്തത വരുത്തിയിട്ടുണ്ടോ ഇതുവരെ? അല്ല, പന്തലിവിടെ സാധാരണ എല്ലാ പ്രോഗ്രാമിനൊക്കെ പന്തലിടുന്നതാണ്. പക്ഷേ ഈ ഇട്ട പന്തൽ സ്ഥിരം ഇടുന്ന ആളുകളാണ് ഇട്ടത്. അത് എന്തുകൊണ്ടാണ് വീണതെന്ന് ഇട്ട ആളുകളുടെ അടുത്ത് ചോദിക്കണം. അത് വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് എൽദോസും സാധത്തൊക്കെ എത്തി, എല്ലാവരും എത്തി, ഡൊമിനിക്കേട്ടനും എല്ലാവരും എത്തി എല്ലാവരും നിൽക്കുന്ന സമയത്താണ് ഇത് അപകടം ഉണ്ടായത്. കൂടുതൽ ആളുകൾ വരുന്നുള്ളൂ, ഈ സമയമായപ്പോഴേക്കാണ് ആളുകൾ എത്തിയുള്ളൂ. അപ്പോൾ എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് അയ്യപ്പൻ തന്നെ രക്ഷിച്ചാണെന്നാണ് ഞങ്ങൾ നേതൃത്വം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുമെന്ന് വെച്ചാൽ ഗുരുതരമായ പ്രശ്നമല്ലേ അത്? ഇല്ല. അത് സാധാരണ ഈ പന്തലിടുന്ന ആളുകൾ അവരെ വിശ്വസിച്ചിട്ടാണല്ലോ നമ്മളെ ഏൽപ്പിക്കുക. അപ്പോൾ അങ്ങനെ അവരും ഒരു പരിപാടിയിൽ അത് പരിപാടി മോശമാക്കാനായിട്ട് ഒരു പന്തൽ വീഴാനുള്ള പന്തലല്ലല്ലോ സാധാരണ ഇടാറ്. പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തിയോ? അത് ചെയ്യും. അവരുടെ അടുത്തൊന്നും ചോദിക്കണം. പന്തലിടുന്ന ആളുകൾ എത്തിയിട്ടില്ല, അവരുടെ അടുത്ത് ചോദിക്കും. മനപ്പുറം ഒരാളൊരു ചെയ്യില്ല. ഇത് ഇവിടെ സ്ഥിരമായി പന്തലിടുന്ന ആളാണ്. പിന്നെ പരിപാടി ഗംഭീരാക്കാൻ വേണ്ടിയാണ് പന്തലിടുന്നത്, മയിലുള്ളായിരിക്കാൻ വേണ്ടി. എന്താ സംഭവിച്ചതെന്ന് ഇപ്പൊ നോക്കി അറിയാൻ പറ്റുള്ളൂ.